കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുള്ള ചെറിയൊരു ഗ്രാമം. അവിടെയാണ് നസീമയുടെ ബാല്യകാലം. പഴയ വീട്, അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ശാന്തമായ ജീവിതം. പക്ഷെ പെൺകുട്ടിയായതിനാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം: സ്ത്രീകൾ എപ്പോഴും സഹിച്ചു ജീവിക്കണം. നസീമ പഠനത്തിൽ മുൻപിലായിരുന്നു. അവൾക്ക് കവിതകൾ ഇഷ്ടമായിരുന്നു. ബാക്കി കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ അവൾ പലപ്പോഴും വീടിന്റെ പുറകുവശത്തുള്ള ബെഞ്ചിലിരുന്ന് കവിതകൾ എഴുതുമായിരുന്നു. പക്ഷേ ആ വരികൾ വായിക്കാൻ ആരും താല്പര്യം കാണിച്ചില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ കഴിവ് പലപ്പോഴും വീടിന്റെ ചുമതല എന്ന വലിയ മതിലിന്റെ പിന്നിൽ മറഞ്ഞു പോകും. നസീമക്ക് 18 ആകുമ്പോഴേക്കും അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. വീട്ടുകാർ കണ്ടെത്തിയ പയ്യൻ. കടയിൽ ജോലി ചെയ്യുന്നു. ശാന്തനായ സലീം. നല്ല മനുഷ്യനാണ്. നല്ല കുടുംബം. പെണ്ണിന് അത് മതി. അതായിരുന്നു വീട്ടുകാരുടെ അഭിപ്രായം. വിവാഹ ദിവസം വന്നെത്തി. നസീമയുടെ ഹൃദയത്തിൽ അല്പം പേടി. എന്റെ സ്വപ്നങ്ങളെ കൈവിടേണ്ടി വരുമോ? അവൾ സ്വയം പറഞ്ഞു. എന്തായാലും ജീവിതം മുന്നോട്ടു പോകണം. ആ വീട്ടിൽ എന്റെ സ്ഥാനം ഞാൻ കണ്ടെത്തും. വിവാഹത്തിന് ശേഷം ജീവിതം ഒരു നീണ്ട ശീലങ്ങളാൽ നിറഞ്ഞ ചുഴലി പോലെ. രാവിലെ ഉണർന്നാൽ നിസ്കാരം, തുടർന്ന് അടുക്കളപ്പണി, വീട്ടിലുള്ളവരുടെ ആവശ്യങ്ങൾ, ചെറിയ ചെറിയ ജോലികൾ. സലീം മൃദുവായ ആളായിരുന്നു. പക്ഷേ പതിവ് ജീവിതം അവനെ സൂക്ഷ്മതയില്ലാത്തവനാക്കി. നസീമയുടെ കവിതകൾ കേൾക്കാൻ അവന് സമയമുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ വാക്കുകളിലും വളരെ സൂക്ഷ്മമായ വികാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ അതൊന്നും കാണാതെ പോയി. വീട്ടിലെ ചെറിയ കാര്യങ്ങളുടെ തിരക്കിൽ മങ്ങുകയും ചെയ്തു. കാലം കടന്നുപോയി. മക്കൾ ഓരോന്നായി ജനിച്ചു. അവളുടെ ജീവിതം വീടിന്റെ ചുമരുകൾക്കുള്ളിൽ നിശബ്ദമായിപ്പോയി. ആരും കേൾക്കാത്ത ശബ്ദത്തിൽ അവൾ സ്വയം ചോദിച്ചു: എന്റെ പഴയ കാലം എവിടെ പോയി? വിവാഹ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങൾ എല്ലായ്പ്പോഴും പുറത്തുനിന്ന് മിനുക്കപ്പെട്ടതായിരിക്കും. ബന്ധുക്കൾ ചോദിക്കുമ്പോൾ നസീമ ചിരിച്ചു നിൽക്കും. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ ചിരി മങ്ങിപ്പോയി. സലീം വാസ്തവത്തിൽ ദോഷമനസ്സുള്ളവനായിരുന്നില്ല. പക്ഷേ അവൻ വളർന്ന സാഹചര്യങ്ങൾ, വീടും സമൂഹവും പറഞ്ഞു കേട്ടത്: ഒരു കുടുംബത്തിൽ പുരുഷന്മാരാണ് പണം സമ്പാദിക്കേണ്ടത്, സ്ത്രീകൾ വീട്ടുജോലി ചെയ്യണം. അതുകൊണ്ട് തന്നെ നസീമയുടെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ അവൻ കാണാൻ ശ്രമിച്ചില്ല. ബുധനാഴ്ചകളിൽ സലീം കടയിൽ നിന്ന് വൈകിയാണ് മടങ്ങുക. അവന്റെ മുഖത്ത് ക്ഷീണം. നസീമ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ചോദിക്കും: നാളെ കടയിൽ സ്റ്റോക്ക് എടുക്കുന്നുണ്ടോ? അവൾ ആ ചോദ്യം ചോദിച്ചത് അവനോട് പങ്കാളിത്തം കാണിക്കാനായിരുന്നുവെങ്കിലും അവനതൊരു ശീലമായി മാറി. അതെ, നാളെ രാവിലെ നോക്കാം. ഒരു ഉഷാറില്ലാത്ത മറുപടി. പലപ്പോഴും നസീമ അവനോട് പുതിയതായി വായിച്ച ഒരു വരിയോ കവിതയോ പങ്കുവെക്കാൻ ശ്രമിച്ചു. ഒരു രാത്രി അവൾ പറഞ്ഞു: ഇന്നാളെ ഞാൻ വായിച്ചിരുന്നില്ലേ, ആ പുസ്തകത്തിൽ ഒരു വരി കണ്ടു. ജീവിതം ഒരു കടൽ തിരമാല പോലെയാണ്, നമ്മളെ തന്നെ കണ്ടെത്തുന്നത് അതിന്റെ ശബ്ദത്തിൽ. സലീം ഒരു താല്പര്യമില്ലാതെ പറഞ്ഞു: കുട്ടികളുടെ ഹോംവർക്ക് നോക്കിയോ? എപ്പോഴും അവസാന വിഷയം അവിടെ എത്തും. ഇങ്ങനെ 18 മുതൽ 30 വരെ വർഷങ്ങൾ ഒഴുകി. ജീവിതം ഒരു നിറം കുറഞ്ഞ ചിത്രം പോലെ. പക്ഷേ മക്കൾ അവളുടെ നിറങ്ങളായി മാറി. അവർ വളരുമ്പോൾ അവൾക്ക് കുറച്ച് പ്രതീക്ഷകൾ കൂടി. എന്റെ മക്കൾക്കെങ്കിലും സ്വാതന്ത്ര്യം വേണം. അതായിരുന്നു നസീമയുടെ മനസ്സിൽ. മക്കൾ കോളേജ് പഠനം പൂർത്തിയാക്കി നഗരത്തിലേക്ക് പോയപ്പോൾ വീട് ശാന്തമായി. ആ ശൂന്യതയിൽ നസീമയുടെ സ്വന്തം സ്വരങ്ങൾ തിരിച്ചു വന്നു. വർണ്ണമില്ലാത്ത ദിവസങ്ങളിൽ അവൾ പഴയ കവിതാ പുസ്തകങ്ങൾ തുറന്നു നോക്കി. ഓരോ വാക്കിലും അവളുടെ ആത്മാവ് ഒരിക്കൽ തിളങ്ങിയിരുന്നതിന്റെ തെളിവ്. അവൾ കണ്ണുകൾ അടച്ചു. സലീം റൂമിൽ നടക്കുന്ന ശബ്ദം. അവന്റെ ലോകത്ത് ഒന്നും മാറിയിരുന്നില്ല. പക്ഷെ നസീമയുടെ ഉള്ളിൽ എന്തോ മാറി തുടങ്ങി. ചെറുതായി, നിശബ്ദമായി, പക്ഷെ ഉറപ്പോടെ. മക്കൾ വീട് വിട്ടു പോയതിനു ശേഷം ദിവസങ്ങൾ നീളവും ശബ്ദമില്ലാത്തതുമായിരുന്നു. സലീം രാവിലെ കടയിലേക്ക് പോകുന്നത് പതിവായി. ഉച്ചക്ക് വരും എന്ന് പറഞ്ഞിറങ്ങും. ചിലപ്പോൾ വരും, ചിലപ്പോൾ വൈകും. അവന്റെ ലോകം ഇപ്പോഴും കട, പണം എന്നൊക്കെയായിരുന്നു. കയ്യിൽ സമയം കിട്ടിയപ്പോൾ നസീമ പഴയ അലമാര തുറന്നു. അവളുടെ പഴയ പുസ്തകങ്ങൾ, ഫൈസിയുടെ കവിതകൾ, കുടിയേറ്റത്തെക്കുറിച്ചുള്ള ഒരു
ഒരു നോവൽ, ഒരു അറബി സാഹിത്യ പുസ്തകം, വർഷങ്ങളായി തൊട്ടുപോലും നോക്കാത്തവ എല്ലാതും പൊടി പിടിച്ചിരിക്കുന്നു. എന്നാൽ അവൾ അവയെ തൊട്ടുനോക്കുമ്പോൾ അതൊരു മറന്നുപോയ ഹൃദയതാളം വീണ്ടെടുക്കുന്നത് പോലെ. ഒരു വൈകുന്നേരം അവൾ ഗ്രാമത്തിലെ ലൈബ്രറിയിൽ പോയി. പല വർഷങ്ങൾക്ക് ശേഷം ലൈബ്രറി ഉടമയായ നസീർ സാർ അവളെ തിരിച്ചറിഞ്ഞു. നസീമ, നീ ഇവിടെ വീണ്ടും വന്നത് കാണുമ്പോൾ സന്തോഷം. എവിടെയായിരുന്നു ഇത്ര കാലം? നസീമ പുഞ്ചിരിച്ചു. ഓരോ ജോലികളായി തിരക്കിൽപ്പെട്ടു. അവൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ലൈബ്രറിയിൽ അവൾ ഒരു വനിതാ കൂട്ടായ്മയെ കണ്ടു. അവരിൽ ഏതാനും വിധവകൾ, ചിലർ കുട്ടികളെ വളർത്തി തളർന്നവർ, ചിലർ വിവാഹത്തിൽ നിസ്സഹായരായവർ. അവർ ചെറിയ കാര്യങ്ങൾക്കു പോലും വലിയ വികാരങ്ങൾ പങ്കുവച്ചു. എപ്പോഴും അടക്കപ്പെട്ട ഹൃദയങ്ങൾ തമ്മിലുള്ള തിരിച്ചറിവ്. ഒരു ദിവസം കൂട്ടായ്മയിലുണ്ടായിരുന്ന റഫീഖ പറഞ്ഞു, നസീമ, നിന്റെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. നീ വീണ്ടും എഴുതണം. അതെ, ഇത്രയും കാലം ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തി. ഇനി അതൊക്കെ തിരിച്ചു പിടിക്കണം. അന്ന് രാത്രി നസീമ തന്റെ പുസ്തകമെടുത്തു. ആദ്യ വരി എഴുതാൻ അവളൊന്ന് മടിച്ചു. പിന്നെ അവൾ എഴുതി തുടങ്ങി. ഓരോ വാചകവും അവൾ നഷ്ടപ്പെട്ട ഒരു ഭാഗത്തെ വീണ്ടും തുന്നിയെടുക്കുന്നത് പോലെ. അവളുടെ ഉള്ളിലെ ശബ്ദം ഇനി മിണ്ടാതെ കിടക്കില്ലെന്നുറപ്പ്. അവൾ മനസ്സിലാക്കി, ജീവിതം മാറ്റം വരുത്താൻ പ്രായമൊരു മതിലല്ല, മാറ്റം വരുത്താനുള്ള ധൈര്യമാണ് വേണ്ടത്. അതായിരുന്നു അവളുടെ പുതിയ യാത്രയുടെ തുടക്കം. നസീമയുടെ ദിനങ്ങൾ അല്പം വ്യത്യസ്തമായി. ഇപ്പോൾ രാവിലെ ഉണരുമ്പോൾ മനസ്സിലൊരു ഭാരമായിരുന്നില്ല, ഒരു ലക്ഷ്യമായിരുന്നു. അവൾ ഇനി വെറും ജോലി ചെയ്തുകൊണ്ടല്ല ജീവിക്കുന്നത്, അവൾ തന്നെ തിരിച്ചു കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവൾ വീണ്ടും എഴുതി തുടങ്ങിയത് സലീമിന് ആദ്യകാലത്ത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അവൾ എഴുതുമ്പോൾ അവൻ പലപ്പോഴും ചോദിക്കും, നീ എന്തിനാ ഈ എഴുതിക്കൂട്ടി സമയം കളയുന്നത്? വീട്ടിൽ ചെയ്യാൻ എത്ര ജോലി ബാക്കിയുണ്ട്? നസീമ ഒന്നും മിണ്ടിയില്ല. ഒരു വൈകുന്നേരം റമദാൻ മാസത്തിൽ ഇഫ്താറിന് കുറച്ചു നേരം മാത്രം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് വൈദ്യുതി പോയി. ഇരുട്ടിന്റെ നടുവിൽ നസീമ ഒരു കഥയുടെ വരികൾ എഴുതിക്കൊണ്ടിരുന്നു. സലീം ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു, നിനക്കിപ്പോൾ ഇതാണോ പ്രാധാന്യം? ഒരു വിളക്കും പിടിച്ചിരിക്കുന്നു. ഞാൻ കടയിൽ നിന്ന് വന്നിട്ട് എത്ര നേരായി. നീ എനിക്ക് കഴിക്കാൻ എന്തേലും തന്നോ? നസീമ ആ നിമിഷം നിശ്ചലമായി. അവൾ ശബ്ദം ഉയർത്താതെ പറഞ്ഞു, എനിക്കത് പ്രാധാന്യമാണ്. അവളുടെ ആ പറച്ചിൽ അവനെ അല്പം അസ്വസ്ഥനാക്കി. അവൻ നിശബ്ദമായി നിന്നു. ആ നിൽക്കുന്നത് പഴയ നസീമ ആയിരുന്നില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. ആ രാത്രി മക്കളുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ വലിയ മകൻ പറഞ്ഞു, ഉമ്മ, നിങ്ങളിപ്പോൾ ലൈബ്രറിയിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു. റഫീഖ താത്ത എന്നോട് പറഞ്ഞു. വളരെ നല്ല കാര്യം. ഉമ്മാക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് ആ കാര്യങ്ങൾ ചെയ്യണം. നസീമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒരിക്കലും മക്കൾക്ക് ഭാരമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അവർക്കും ജീവിതമുണ്ട്. പക്ഷെ അവൾക്കും ഒരു ജീവിതമുണ്ടെന്ന് ആരൊക്കെയോ തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. സലീം രാത്രിയിൽ കിടക്കയുടെ മറുവശത്ത് കിടക്കുമ്പോൾ അയാളുടെ ചിന്തകളിൽ പറഞ്ഞു, അവൾക്ക് എന്തു പറ്റി? ഇത്രയും കാലം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ അവനറിയാതെ നസീമയുടെ ഉള്ളിൽ വർഷങ്ങളായി അടക്കപ്പെട്ട വലിയ ഭാരം. കാലം കടന്നുപോയി. വീട്ടിലൊരു അപരിചിതമായ നിശബ്ദത വസിക്കാൻ തുടങ്ങി. നസീമ കുറച്ച് അകന്നു നിന്നു. സലീം അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിൽ അസ്വസ്ഥനായി. ഒരു ദിവസം ഉച്ചയോടെ സലീം കടയിൽ നിന്ന് കോപത്തോടെ മടങ്ങി വന്നു. കച്ചവടം കുറഞ്ഞതും പൈസ വാങ്ങിയവർ തിരിച്ച് ആവശ്യപ്പെട്ടതും ഒക്കെയായിരുന്നു കാരണം. നസീമ അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോൾ അവൻ ഒച്ചത്തിൽ പറഞ്ഞു, എന്താടി ഇതിലിത്ര ഉപ്പ്? നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? അതൊരു ചെറിയ കാര്യം ആയിരുന്നെങ്കിലും വാക്കിൽ അവനൊരു പതിവ് അധികാരം കാണിച്ചു. മുമ്പ് നസീമ മിണ്ടാതെ കേൾക്കുകയും പിണങ്ങിയാലും ഉള്ളിൽ മാത്രം പിണക്കം വെച്ച് ഇരിക്കും. പക്ഷേ ഇന്നവൾ ശബ്ദമുയർത്തിയില്ലെങ്കിലും അവൾ കാര്യം പറഞ്ഞു. സലീം, എന്റെ ജീവിതം മുഴുവൻ ഈ വീട്ടിലാണ് ഞാൻ ജീവിച്ചു തീർത്തത്. ഞാനും ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ദേഷ്യവും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കുമുണ്ടത്. സലീം അത്ഭുതപ്പെട്ടു. നസീമ ഇങ്ങനെ പറയുന്നത് ഒരു പതിവില്ലാത്ത കാര്യമായിരുന്നു. അവൻ ഗൗരവത്തിൽ എണീറ്റുപോയി. മുറിയുടെ വാതിൽ അല്പം കനത്തിൽ അടച്ചു. ആ രാത്രി ഭക്ഷണ സമയത്ത് രണ്ടുപേരും മിണ്ടിയില്ല. നസീമ മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കില്ല.
അന്നു മുതൽ അവൾ തന്റെ ദിവസങ്ങൾ വ്യത്യസ്തമാക്കി. രാവിലെ നിസ്കാരത്തിനു ശേഷം അവൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമായിരുന്നു. നിനക്കും ജീവിക്കാൻ അവകാശമുണ്ട്, സ്നേഹം ലഭിക്കാൻ അവകാശമുണ്ട്, സന്തോഷിക്കാൻ അവകാശമുണ്ട്. സലീം എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ മാറുന്നത് കണ്ടിട്ടും അവളോട് ചോദിക്കാനോ മനസ്സിലാക്കാനോ അവൻ നിന്നില്ല. ഒരു ഞായറാഴ്ച അവൻ പറഞ്ഞു, ഈ കൂട്ടായ്മ, ലൈബ്രറി, എഴുത്ത്, എന്തിനാ ഇതൊക്കെ ഈ പ്രായത്തിൽ? മക്കൾക്ക് നാണക്കേടാകും, അതൊക്കെ നിർത്ത്. അത് കേട്ടപ്പോൾ നസീമയുടെ ഉള്ളിൽ വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന ദേഷ്യം പുറത്തേക്ക് വന്നു. അവൾ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് നാണക്കേടാണെങ്കിൽ എന്റെ മരണത്തിന് ശേഷം എന്തായിരിക്കും? അവന്റെ കണ്ണിലെ ആശ്ചര്യം മറിയാതെ നിന്നു. അവൻ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആ ദിവസമാണ് അവരുടെ വിവാഹത്തിലുണ്ടായിരുന്ന ദൂരം അവൻ കാണുന്നത്. കാലം മാറിയതുപോലെ നസീമയുടെ ഉള്ളും മാറി. അവൾ കൂടുതൽ സ്വന്തം ഇഷ്ടം ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും സലീമിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവനക്ക് ജീവിതം എന്നത് വീട്, ജോലി, സമൂഹത്തിന്റെ പറച്ചിൽ എന്നൊക്കെയായിരുന്നു. ഒരു ദിവസം റഫീഖ വീട്ടിൽ വന്നു. രണ്ടുപേരും ഇരുന്ന് ചായ കുടിച്ചു. അവരുടെ സംസാരം ജീവിതത്തെയും വേദനകളെയും പ്രതീക്ഷകളെയും കുറിച്ചായിരുന്നു. പിന്നീട് റഫീഖ മടങ്ങിപ്പോയപ്പോൾ സലീം നസീമയോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരെ, എന്തിനാണ് ഈ കൂട്ടുകാരും ഗ്രൂപ്പുകളുമൊക്കെ? അവന്റെ വാക്കിൽ അവനറിയാതെ ഭയമുണ്ടായിരുന്നു. അവൻക്ക് അവളെ നഷ്ടപ്പെടുകയാണോ എന്നുള്ള ഭയം. ആ ഭയം അവൻ കുറ്റപ്പെടുത്തലായി മാത്രം കാണിച്ചു. നസീമ ശാന്തമായി കുറച്ചു നിമിഷം നോക്കി നിന്നു. അവൾ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, സലീം, ഞാൻ നിന്നെ വിട്ടുപോകാതെ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ എന്നെ വിട്ടുപോയിട്ടുണ്ട് 1000 തവണ. അത് ഇനി ഞാൻ ചെയ്യില്ല. അന്ന് രാത്രി അവർ തമ്മിൽ ഒന്നും മിണ്ടാതെ ഉറങ്ങാൻ പോയി. പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ വേദന ഉണ്ടായിരുന്നു. അടുത്ത ദിവസം നസീമ ലൈബ്രറിയിൽ പോയപ്പോൾ അവൾ അവിടെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയെക്കുറിച്ച് കേട്ടു. അവർക്കൊരു വായനാ ക്ലബ് നേതാവിനെയാണ് വേണ്ടിയിരുന്നത്. അവൾ ആഴത്തിൽ ചിന്തിച്ചു. തന്റെ ശബ്ദം കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് അത് കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നത് അവൾ എന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അവൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവളുടെ പുതിയ ജീവിതം ഇനി തെളിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഈ തീരുമാനമാണ് അവരുടെ വീട്ടിലെ അവസാന ശാന്തതയെ പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നത്. വായനാ ക്ലബിന്റെ നേതാവാകാനുള്ള തീരുമാനം നസീമയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രകാശം തെളിച്ചു. എന്നാൽ ഈ സന്തോഷത്തിന് വീട്ടിലത്ര വലിയ സ്വീകരണമുണ്ടായിരുന്നില്ല. ആ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നസീമ ശാന്തമായി പറഞ്ഞു, ഞാൻ ലൈബ്രറിയിൽ നടക്കുന്ന ഒരു പരിപാടി നയിക്കാൻ തീരുമാനിച്ചു. ആഴ്ചയിൽ 3 ദിവസമാണ്, വൈകിട്ട് 2 മണിക്കൂർ മാത്രം. അവൾ പറഞ്ഞു തീർക്കുന്നതിനു മുമ്പ് സലീം ഗൗരവത്തിൽ ചോദിച്ചു, എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലിരുന്നാൽ മതി. നസീമ ഗൗരവത്തിൽ പറഞ്ഞു, ഈ വീട്ടിൽ ഞാൻ 10, 20, 30ഓളം വർഷം ചെലവഴിച്ചു. ഇനി എനിക്ക് സ്വന്തം ഇഷ്ടത്തിനായി എന്തെങ്കിലും ചെയ്യണം. സലീം ചിരിച്ചു. നസീമ, നിനക്ക് തോന്നുന്നത് പോലെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. മക്കൾ എന്തു പറയും, ആളുകൾ എന്തു പറയും? അവൻ പറഞ്ഞ ആളുകൾ എന്ന വാക്ക് ഒരിക്കൽ നസീമയുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന വലിയൊരു വട്ടമായിരുന്നു. അവൾ ശാന്തമായി പറഞ്ഞു, പ്രശ്നം അത് തന്നെയാണ് സലീം. ഞാൻ എന്റെ ജീവിതം ആളുകൾ പറയുന്നത് പോലെ ജീവിച്ചു. ഒരിക്കലെങ്കിലും നസീമ പറയുന്നത് പോലെ ജീവിക്കട്ടെ. അവൻ നിശബ്ദമായി നിന്നു. ആ നിശബ്ദതയിൽ കുറ്റം, പേടി, കോപം എല്ലാതും കലർന്നിരുന്നു. അടുത്ത ദിവസം ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. സലീമിന്റെ ഭാര്യ ഏതൊക്കെ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നു. എന്തിനാ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? വയസ്സായ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നാൽ പോരെ? പക്ഷേ നസീമയെ അതൊന്നും ബാധിച്ചില്ല. അവൾ മനസ്സിലാക്കിയിരുന്നു, ജനങ്ങൾ എല്ലായ്പ്പോഴും പറയും, പക്ഷേ ജീവിക്കുന്നത് അവളാണെന്ന്. വായനാ ക്ലബിന്റെ ആദ്യ ദിവസം ലൈബ്രറിയുടെ പഴയ മരംവാതിൽ തുറക്കുമ്പോൾ അവൾക്ക് തോന്നി, ഇത് വെറും വാതിലല്ല, ഇത് അവളുടെ ജീവിതത്തിലേക്കുള്ള മടക്കമാണ്. 15ഓളം സ്ത്രീകൾ അവിടെയിരുന്നു. ജീവിതം പറഞ്ഞു തീർക്കാത്ത കഥകൾ. അവർക്കെല്ലാം ഒരു ശബ്ദം വേണ്ടിയിരുന്നു. ആ ദിവസം നസീമ സംസാരിച്ചു, ഒന്നിനും അവസാനമില്ല. ഒരിക്കൽ ജീവിക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു പുതുജനനമാണ്. വായനാ ക്ലബിന്റെ ദിവസങ്ങൾ നസീമക്ക് വളരെയധികം സന്തോഷകരമായിരുന്നു. അവിടെ അവൾ സംസാരിക്കുമ്പോൾ അവൾക്ക് തോന്നി, താൻ ഒരിക്കൽ മറന്നുപോകാനിടയായ സ്ത്രീ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ വീട്ടിൽ ഓരോ ദിവസങ്ങൾ കൂടുന്തോറും
പ്രശ്നങ്ങൾ ഗൗരവമായി. സലീമിന് മനസ്സിലൊരു വലിയ പേടി കുടുങ്ങി. നസീമ എന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു രാത്രി നസീമ ക്ലബിൽ നിന്നും വീട്ടിലേക്ക് വരാൻ വൈകിയത് വെറും 30 മിനിറ്റ് മാത്രം. സലീം അവളോട് ഒച്ചത്തിൽ ചോദിച്ചു, ഇത്രക്ക് സമയം വൈകാൻ അവിടെ എന്താണ് ഉള്ളത്? നസീമ ശാന്തമായി ചപ്പാത്തി ചുടുകയായിരുന്നു. അവർ പറഞ്ഞു, നല്ലൊരു ചർച്ച ഉണ്ടായിരുന്നു. സ്ത്രീകൾ അവരുടെ ജീവിതം തുറന്നു പറഞ്ഞപ്പോൾ സലീം ഒന്നും കേൾക്കാൻ നിന്നില്ല. അവർ ജീവിതം തുറന്നു പറഞ്ഞോട്ടെ, നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. സ്ത്രീകളായാൽ വീട്ടിലിരിക്കണം, നസീമ പറഞ്ഞു. സലീം, ഞാനൊരു തടവുകാരിയല്ല. നമ്മൾ രണ്ടുപേരും ജീവിതം പങ്കുവെക്കേണ്ടവരാണ്. നിങ്ങൾ എന്നെ വീട്ടിലെ ഒരു ജോലിക്കാരിയായി മാത്രം കാണണ്ട. സലീമിന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത, ഇവൾ മാറിയിരിക്കുന്നു. നസീമ, മതി, ഇനി ഈ കൂട്ടായ്മയിൽ നീ പോകേണ്ടതില്ല. ഇത് വീട്ടിലും സമൂഹത്തിലും വലിയ പ്രശ്നമാകും. നസീമ തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ശാന്തം. സലീം, ഞാൻ എന്റെ ഇഷ്ടങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. സലീം പെട്ടെന്ന് കോപത്തോടെ പറഞ്ഞു, അപ്പോ നിനക്കെന്നോട് ബഹുമാനമില്ലേ? നീ ഞാൻ പറയുന്നത് കേൾക്കില്ലേ? അവൾ പറഞ്ഞു. സലീം, ഞാൻ ഒരിക്കലും നിങ്ങളെ എതിർത്തിട്ടില്ല. നിങ്ങൾ ഒരിക്കലും എന്റെ കൂടെ ജീവിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം മാത്രമാണ് നോക്കിയത്. അതിനിടയിൽ എവിടെയോ ഞാൻ ഇല്ലാതെയായി. ഇപ്പോൾ ഞാൻ എന്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു. അത് നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സലീം ഒരു നിമിഷം നിശ്ചലമായി നിന്നു. ഒരു ചെറിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? നസീമ പറഞ്ഞു, നമ്മൾക്കിനി ഒരുമിച്ച് ജീവിക്കാൻ ആവില്ല. അവരുടെ വിവാഹം അവസാനിച്ച നിമിഷം, വിവാഹമോചനത്തിന്റെ പേപ്പർ ഒപ്പിട്ട ദിവസമല്ല, ഈ നിമിഷം ഈ വാക്കിലായിരുന്നു. വിവാഹമോചനം നടക്കാൻ സമയമെടുത്തു. നസീമയും സലീമും ഒരു ശാന്തമായ കൗൺസിലിംഗ് റൂമിൽ ഇരുന്നു. കൗൺസിലർ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരിലും ആർക്കെങ്കിലും ഈ ബന്ധം നിലനിർത്താൻ ആഗ്രഹമുണ്ടോ? സലീം തല താഴ്ത്തി ഇരുന്നു. നസീമ ശാന്തമായി പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. മറിച്ച് സഹിച്ചാണ് ജീവിച്ചത്. ജീവിതം സഹിക്കേണ്ടതല്ല, മനുഷ്യർ ജീവിക്കേണ്ടതാണ്. സലീമിന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലായിരുന്നു. ഈ വാക്ക് നസീമയെ തകർത്തില്ല. വിവാഹമോചന പത്രത്തിൽ ഒപ്പിടുമ്പോൾ നസീമയുടെ കൈ വിറച്ചിരുന്നില്ല. അത് അവളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ കാൽച്ചുവടായിരുന്നു. ആളുകൾ ഓരോന്നു പറഞ്ഞു, 50 വയസ്സിൽ വിവാഹമോചനോ? പക്ഷേ മെല്ലെ മെല്ലെ ആളുകൾ അത് മറന്നു. ഒരു വൈകുന്നേരം നസീമ കടലോരത്ത് ഇരുന്നു. അവർ കണ്ണുകൾ അടച്ചു, ശ്വാസം ആഴത്തിലെടുത്തു. ഹൃദയത്തിൽ ഒരു സമാധാനം. നസീമ മനസ്സിൽ പറഞ്ഞു, 50 വയസ്സെന്നത് ഒരു അവസാനമല്ല, ഇതെന്റെ ജീവിതത്തിന്റെ പുതിയ തുടക്കമാണ്. കഥ അവസാനിച്ചു, പക്ഷേ കഥാപാത്രത്തിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല.